അപ്പോൾ അടുത്ത എപ്പിസോഡ് ഓഫ് ഓണം സീരീസ് എടുക്കാൻ റെഡിയായി വന്നിരിക്കുന്നു. ഇന്ന് ബ്ലൂ ആണ് എൻ്റെ തീം. ഓക്കെ, മാല കണ്ടല്ലോ, ഇത് അനുക്കുട്ടിയുടെ ആഭരണം എന്നുള്ള ഓൺലൈൻ സ്റ്റോറിൽ നിന്നുള്ളതാണ്. ഇതൊരു ബ്യൂട്ടിഫുൾ കരിമണി മാലയും നല്ലൊരു പെൻറ്റൻ്റൊക്കെ. അപ്പോൾ ഇങ്ങനെ മാറി മാറി അനുവിൻ്റെ പ്രോഡക്റ്റ്സാണ് ഇട്ടുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓമല്ലൂർ സദ്യയുടെ 4ാമത്തെ ഐറ്റം കാണാൻ പോകുന്നു. അനിൽ ചേട്ടൻ്റെ കൂടെ തന്നെയാണ്, അനിൽ ബ്രദേഴ്സ് കേറ്ററിംഗ്. ഓക്കെ, അപ്പോൾ ഇത് അവിയലാണ്. ഇവിടുത്തെ ഓമല്ലൂർ അവിയലും വളരെ വളരെ സ്പെഷ്യലാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. അവിയൽ പച്ചക്കറി എല്ലാം അരിഞ്ഞ കഷ്ണം കഴുകി വാരി വെച്ചതാണ്. അതിനി നമ്മൾ ഇതിൽ വഴുതനങ്ങ ഉണ്ട്, എല്ലാം ഉണ്ട്. ഏത്തക്ക, തടിയങ്ക, വെള്ളരിക്ക, പടവലങ്ങ, ഏത്തക്ക, പച്ചമുളക് എല്ലാം എല്ലാം വരും. ഇനി ഇതെല്ലാം ഇത് നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഇതിന് അല്പം മഞ്ഞൾ പൊടി ചേർക്കുകയാണ്. ഇനി അല്പം മുളക് പൊടി. ഓക്കെ, 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് 1 ടീസ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഇട്ടു. 1.5 അല്ലേ, 1.5 ടീസ്പൂൺ ഇട്ടു. ഇനി നമ്മൾ പച്ചമുളക് ഓൾറെഡി ഇതിനകത്ത് 2 അല്ല ഉണ്ട്. അതിനി ഇതിടുന്നത് വീഴുന്നത് ഇച്ചിരി കരിവേപ്പില, 2 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. ഇനി ഒരു 3-4 മൂടി ഇവിടെ കൊച്ചുള്ളി ചേർക്കുക. എന്നിട്ട് ഇനി നമ്മൾ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണയാണ് ഏറ്റവും പ്രധാനം. വെള്ളത്തിന് പകരം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അതെ അതെ അതെ, ഇതിന് വെള്ളം തൊടില്ല. ഇല്ല ഇല്ല, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ. ഇനി അത് നമ്മൾ ഒന്ന് ഇളക്കുക, എല്ലാം കഷ്ണങ്ങൾ മിക്സ് ചെയ്യും. ഇനി ഇതിലാണ് വേകുന്നത് അല്ലേ, വെള്ളമില്ലാണ്ട്. അതെ, ഇനി നമ്മൾ ഇത് തീ കത്തിക്കുക. അടച്ചിട്ട് വേവിക്കും. ഇച്ചിരി ഇലഞ്ഞ് കീറിയെടുത്ത്, വാഴയില വെച്ചിട്ട് ഇല കീറിയെടുത്ത്. അപ്പോൾ ഇതിൽ ഈ വാട്ടർ കണ്ടന്റുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. തടിയങ്ക, വെള്ളരിക്ക, പടവലങ്ങ, ഇതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും. മുരിങ്ങക്ക എല്ലാത്തിലും വാട്ടർ കണ്ടന്റ് ഉണ്ട്. ഇല വെച്ചിട്ടാണ് അടയ്ക്കുന്നത്. നമ്മൾ ഇലയിട്ട് ഇത് അടച്ചു വെക്കുകയാണ്. വാഴയില കൊണ്ട് അടയ്ക്കുന്നത്. വാഴയില കൊണ്ട് അടച്ചു വെച്ചു. ഇനി ആ ആവിയിൽ ഈ കഷ്ണത്തിലുള്ള വെള്ളമെല്ലാം ഇറങ്ങി ആ വെള്ളം കൊണ്ടാണ് ഇത് വേവുന്നത്. ആ വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തേങ്ങ ഇട്ട് ഇളക്കി അത് ഒന്ന് അത് ഇതിപ്പോ ഇടും. ഇനി അത് ചേർക്കുന്നത് ഉള്ളി ചതച്ച് വെളിച്ചെണ്ണയും എല്ലാം കൂടാണ്. പിന്നെ തേങ്ങായും കഴിഞ്ഞിട്ട് കൊച്ചുള്ളി മാറ്റി വെച്ചിട്ടുണ്ട്. വീണ്ടും എല്ലാം ഒരു വ്യത്യസ്തമായ രീതിയാണ് കേട്ടോ. ഇപ്പം നമ്മളിപ്പോൾ രാത്രിയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഡേ ലൈറ്റൊക്കെ പോയി ഇരുട്ടിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കാണാമല്ലോ, എല്ലാം ഇരുട്ടായി കഴിഞ്ഞു. കുഴപ്പമില്ല, നമ്മളത് കണ്ടിന്യൂസ് ഷൂട്ടാണ്. പല ഈ ഓണ വിഭവങ്ങൾ ഇവിടുത്തെ സ്വാദ് കൊണ്ട് എനിക്കൊരു രക്ഷയില്ല. അപ്പോൾ എനിക്ക് എത്രത്തോളം കണ്ടുപഠിക്കാൻ പറ്റുമോ, എത്രത്തോളം നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓമല്ലൂർ സദ്യയുടെ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കുക എന്നുള്ളത്. ഇതുപോലെ തന്നെ ആറന്മുള സദ്യക്ക് ചെറിയ വ്യത്യാസമുണ്ട്. ആറന്മുള സദ്യയും ഓമല്ലൂർ സദ്യയും തമ്മിൽ. എല്ലാം പത്തനംതിട്ട ഈ മധ്യ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അവിടെയും ഇവിടെയും തമ്മിലുണ്ട്. അവിയലിൻ്റെ ഒരു പ്രത്യേകത, ഓമല്ലൂരിൻ്റെ പ്രത്യേകത, ഈ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാതെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഈ അവിയൽ. കഷ്ണം വേവുകയേ ഉള്ളൂ, ഉടഞ്ഞു പോകത്തില്ല. ആ രീതിയിലാണ് ചെയ്യുന്നത്. എല്ലാം സ്പെഷ്യലാണ് കേട്ടോ. ഇങ്ങനെ എടുത്ത് പറയുമ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇല നമ്മൾ ഇനി മാറ്റാൻ പോവാണ്. ആവിയെല്ലാം കയറിയിട്ടുണ്ട്. നോക്കിയാൽ ഇനിയും നമ്മൾ കഷ്ണം ചെറുതായിട്ട് ഒന്ന് ഇളക്കിക്കോളും. ഇപ്പോൾ കുറച്ചൊന്ന് താഴോട്ട് പോയിട്ടുണ്ട്. കഷ്ണങ്ങൾ നിറഞ്ഞിരുന്നത് ഒന്ന് അമങ്ങിയിട്ടുണ്ട്. ക്വാണ്ടിറ്റി വൈസ് വെളിച്ചെണ്ണയിലാണ് ഇങ്ങനെ വെന്തുകൊണ്ടേയിരിക്കുന്നത്. വെള്ളത്തിൻ്റെ അംശം നമ്മൾ ചേർത്തിട്ടില്ല, അതിൽ നിന്ന് ഇറങ്ങുന്നത് മാത്രമേ ഉള്ളൂ.
ഇനി പച്ചമുളക് എക്സ്ട്രാ ചേർക്കാം. ഇതിപ്പോൾ എത്ര എണ്ണം വരും? ഒരു 4-5 മുളക്. 5 മുളക്. നേരത്തെ 2 എണ്ണം പച്ചക്കറിയുടെ കൂട്ടം, അത് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇതൊരു 5-6 മുളകുണ്ട്. രണ്ടായിട്ട് മുറിച്ചതാണ്. ഇപ്പൊ അത് കണ്ടില്ലേ, വെന്ത് താപ്പോട്ടാണ് ഇറങ്ങി. നല്ലോണം ക്വാണ്ടിറ്റി താഴേക്ക് പോയി. എന്താ ചെയ്യാൻ പോണേ? വെളിച്ചെണ്ണ കുറച്ചുകൂടി ഒഴിക്കാൻ പോകുന്നു. ഇത് അടിക്ക് പിടിക്കാൻ പാടില്ലല്ലോ. ഒഴിച്ചോട്ടെ. വെള്ളം ഇല്ലായ്മ വരെ എണ്ണ. എണ്ണയ്ക്ക് നല്ല ചിലവാണ് അതെ ഇവിടുത്തെ ഈ സദ്യക്ക്. അതെ അതെ. പക്ഷെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെയാണ് ഇവിടെ. ആട്ടിയ വെളിച്ചെണ്ണ ആയിരിക്കും അല്ലേ? ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ മില്ലുണ്ട്. നല്ല മണം. വെളിച്ചെണ്ണയും കൊച്ചുള്ളിയും എല്ലാം കൂടി വരുമ്പോഴേ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്, ഇനി വീണ്ടും അടച്ചിടുവോ? അടയ്ക്കണ്ട, ഇനി അടയ്ക്കണ്ട. ഓപ്പൺ ആക്കിയിട്ട് കാരണം അതിന്റെ വെള്ളം വലിഞ്ഞു. ഓക്കെ. ഇനി തുറന്നിട്ടിട്ട് ഇനി ഇതിങ്ങനെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സൈഡിലും. കാരണം ഇനി ഇത് അടിക്ക് പിടിക്കുന്ന ഇത് ചേനയൊക്കെ ഇപ്പൊ ഇതിൽ ഈ കൂട്ടത്തിൽ തന്നെ അങ്ങ് വെന്തോളൂ അല്ലേ? വെന്തോളൂ. അതെ. ഓക്കെ. പുളിക്ക് ഇവിടെ ഉപയോഗിക്കാൻ പോണത് ഇപ്പൊ പച്ച മാങ്ങയാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മാങ്ങ ഇടുകയാണ് കേട്ടോ. മാങ്ങയുടെ പീസസ് നീളത്തിന് അരിഞ്ഞിട്ട്. ഓക്കെ. ഒരു മാങ്ങയുടെ 1/4 ഭാഗം. അതെ. അതും ഇനി ഇച്ചിരി തീ കുറയ്ക്കാൻ നോക്കാം. ഓമല്ലൂർ സദ്യയുടെ കേമത്വം കൊണ്ട് തന്നെ വനിതയുടെ കഴിഞ്ഞ വർഷത്തെ പതിപ്പിലും ഈ വർഷത്തെ പതിപ്പിലും ഇവിടെ അനിൽ ബ്രദേഴ്സാണ് ഫീച്ചർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേൽ ഫുൾ ഒരു 4 പേജ്, ഇപ്രാവശ്യത്തേൽ കുറച്ച് ഐറ്റംസ് അല്ലേ? ഇവിടുത്തെ ഏറ്റവും പേര് കേട്ട ആൾ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഓരോന്നും ഉണ്ടാക്കുമ്പോഴും വ്യത്യസ്തമാണ് ഓമല്ലൂർ സദ്യ. ഗംഭീരമാണ്, ഗംഭീരം. ഇപ്പം ഏകദേശം കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ആയിട്ടുണ്ട്. ഒരു 3/4 ആയിട്ടുണ്ട്. ഇനി തേങ്ങ ചേർക്കാമോ? ശകലം കൂടെ ഒന്ന് നോക്കിയിട്ട്. തേങ്ങ ഇങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട്. കൂടുതൽ തേങ്ങ ചേർക്കും. ജനറലി തേങ്ങ കുറച്ച് കൂടുതൽ ചേർക്കുന്ന അവിയലിന് നല്ലത്. ഇപ്പൊ വെള്ളമെല്ലാം പറ്റി ഇപ്പൊ നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണയാണ്. പച്ചക്കറിയുടെ വെള്ളമൊക്കെ പറ്റി പച്ചക്കറി ഓൾമോസ്റ്റ് കുക്ക് ഒരു 85% കുക്ക് ആയി കഴിഞ്ഞു. എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് കിടക്കുന്നുണ്ട്. ഓക്കെ. ഇതേതാണ്ട് കഷ്ണം വെന്ത് 3/4 90% വെന്തു. ഇതിനകത്ത് ഇനി തേങ്ങ ചേർക്കാൻ പോവാണ്. തേങ്ങ ചേർത്ത് ഇളക്കി വെക്കും. ഒരു ചെറിയ ആവിയൂടെ കൊണ്ട് കഴിയുമ്പോൾ തേങ്ങായും കൂടെ ഒന്ന് വേവും. വേവെന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ വേവുക എന്നുള്ളതല്ല, ആവി കൊണ്ടുള്ള ഒരു വേവ്. അതിനുശേഷം നമ്മളിത് വാങ്ങി വെച്ച് ചുമന്നുള്ളി ചതച്ചതും കരിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ജീരപ്പൊടിയും ചേർത്ത് ഇതിനകത്തേക്ക് ഒഴിച്ച് അതും ഒരു 2 മിനിറ്റ് വെക്കും. അതിന് ശേഷമാണ് നമ്മൾ അതെല്ലാം ഇളക്കുന്നത്. അടിപൊളി. കൊച്ചുള്ളി ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. വലിയ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മളിനി തേങ്ങ ചേർക്കാൻ പോവുകയാണ്. തേങ്ങ ചതച്ച് റെഡിയാക്കിയതുണ്ട്. അത് നമ്മൾ അകത്തേക്ക് ഇടാൻ പോവുകയാണ്. ഒരു 2 തേങ്ങയുടെയാണ് എടുത്തേക്കുന്നത്. പക്ഷെ മൊത്തത്തിൽ വേണ്ട. എന്നാലും ഏകദേശം 2 കപ്പോളം ചേർക്കും. അതെ, വലിയൊരു തേങ്ങയുടെ. ഇനി നമ്മൾ ഇത് ഇളക്കാൻ പോവാണ്. ഇത് പോരാൻ തോന്നിയാൽ നമ്മൾ അല്പം കൂടി ഇടും. തേങ്ങ അങ്ങനെ ഒരുപാട് അരയണ്ട, കുറച്ച് ചതച്ച്. അതെ അതെ, അതാണ് പാകം. തേങ്ങയിലും ആവിയെല്ലാം കയറി വരുന്നു അല്ലേ? ഇത് ഇപ്പോൾ നമ്മൾ തേങ്ങ ഇട്ട് ഇളക്കി വെച്ചേക്കുകയാണ്. ഇതൊരു 1 മിനിറ്റ് ഉള്ള ഒരാവി. ശകലം വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കുന്നു. ഇത് ബാക്കി വെളിച്ചെണ്ണ നമ്മൾ ചുവന്നുള്ളിക്കകത്ത് ഒഴിക്കുകയാണ്. ചുവന്നുള്ളിക്കകത്ത് ഒഴിച്ചു. അതിൻ്റെ കൂടെ കുറച്ച് കരിവേപ്പില ഇട്ടു. അല്പം ജീരകപ്പൊടി വേണം. 1 ടീസ്പൂൺ നിറച്ചിട്ടു. അത് ഇനി ഇത് കൂടെ ഇളക്കുകയാണ്. ഇത്
നമ്മൾ അവിയലിൻ്റെ അകത്തേക്ക് നടുക്കോട്ട് ഇടുകയാണ്. വീണ്ടും അടച്ചിടും, അല്ലെങ്കിൽ ഇങ്ങനെ കവർ ചെയ്യും ഇത് വെച്ചിട്ട്. വെജിറ്റബിൾസ് ആവി കയറാനായിട്ട്. ഇനി നമ്മൾ തീ അങ്ങ് നിർത്തുക. ഇപ്പോൾ ഇവിടെ എല്ലാം സെറ്റാണ്. ചതച്ച കൊച്ചുള്ളി കുറച്ചൊരു 7 എണ്ണം എടുത്തു അല്ലേ? അതെ. അതും വെളിച്ചെണ്ണ, കറിവേപ്പില, അത് നടുക്ക് കുഴിച്ച് വെച്ചിരിക്കുകയാണ്. ജീരകപ്പൊടി 1 ടീസ്പൂൺ. പിന്നെ അടച്ച് തട്ടിപ്പൊത്തി വെച്ചു. ഇനി ഇളക്കാം. തീയൊക്കെ ഓഫ് ചെയ്തിട്ടോ. ആ ഉള്ളിയുടെ ടേസ്റ്റ് എല്ലാം കൂടി വരുമ്പോൾ അപാരമായിരിക്കും അല്ലേ അവിയൽ. എൻ്റെ ദൈവമേ, ഇപ്പം തന്നെ എൻ്റെ മണം ഇനി വന്നില്ലേ? പിന്നെ അപ്പോൾ നമ്മുടെ അവിയൽ റെഡി. ഈ ഒരു സ്റ്റൈൽ അവിയൽ എനിക്ക് പുതിയതാണ്. നമ്മുടെ നാടാണ്, എന്നിട്ട് എനിക്ക് പുതിയതാണെന്ന് പറയാൻ എനിക്ക് തന്നെ നാടാവുന്നു. അടിപൊളി. ആ ചെറിയ ഉള്ളി അവസാനം വരുന്നതാണ് എൻ്റെ ഒരു എന്താ പറയാ, എൻ്റെ ഒരു ഹൈലൈറ്റ്. അവസാനം ശരിക്കും പറഞ്ഞാൽ ആ ഉള്ളിയും കരിവേപ്പിലയും ജീരകപ്പൊടിയും കൂടെ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമ്മൾ കൈ കൊണ്ട് നല്ല ഒളിഞ്ഞ് വിടേണ്ടത്, എങ്കിലേ അത് ഇതെല്ലാം കൂടെ ഒരു യോജിപ്പ്. അത് ഇങ്ങനെ അതിനകത്തേക്ക് വന്നു കഴിയുമ്പോൾ ഇതെല്ലാം ഉണ്ട് രക്ഷയില്ലാത്ത മണം, ഗംഭീരം. അപ്പോൾ ഈ രീതിയിലുള്ള അവിയലും ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം എന്താ പറയണ്ടേ, ഓമല്ലൂർ സദ്യ കൊണ്ട് എല്ലാവരും കേമാക്കുക. പിന്നെ ഒരു ഐറ്റം കൂടെ കാണിക്കുന്നുണ്ട്, ഇവിടുത്തെ രീതിയിലുള്ള ഓലൻ. അതും കൂടി നമുക്ക് കാണാം. ഓലനിലേക്ക് കടക്കുന്നു. ഇവിടത്തെ സ്റ്റൈലില്, അതായത് ഓമല്ലൂർ സദ്യയുടെ ഓലൻ. ഓലൻ പലരും പല രീതിയിലല്ലേ ഉണ്ടാക്കുന്നത്. ഇതിലിപ്പോൾ എന്തൊക്കെയാണ്? ഇത് ചേമ്പ്, മത്തങ്ങ, വഴുതനങ്ങ, കരിവേപ്പില, ഒടിയപ്പയർ, പച്ചമുളക്. അതെ, പച്ചമുളക്, കറിവേപ്പില, വൻപയർ പുഴുങ്ങിയത്, പുഴുങ്ങിയതുണ്ട്, കത്തിരിക്ക, വഴുതനങ്ങ ഉണ്ട്, കുമ്പളങ്ങ, മത്തങ്ങ, ഒടിയപ്പയർ, നമ്മുടെ നീളം പറയില്ല, ചേമ്പിന്റെ പീസുണ്ട്. പിന്നെ കുറച്ച് ഇത് വേവിച്ചതാണ്, വൻപയർ പുഴുങ്ങിയത്. പിന്നെ പച്ചമുളക് എത്ര ഇട്ടായിരുന്നു? ഒരു 5 മുളക്, കറിവേപ്പില. ഇനി ഇത് ഇതിനകത്തോട്ട് ഇടാമോ? നമ്മൾ അതിനകത്തേക്ക് ഇടാൻ പോവാണ്. അപ്പോൾ എല്ലാം ഉണ്ട്. പച്ചക്കറി എല്ലാം അരിഞ്ഞത് ആണ് നമ്മൾ ഇടുന്നത് ഓലന് വേണ്ടിയിട്ട്. പയർ ഓൾറെഡി വെന്ത പയറാണ്. അതെ, അല്ലെങ്കിൽ ഈ വേഗില്ലല്ലോ, വേഗത്തില്ല. അതെ, ഇവിടുത്തെ ഓലൻ ഇങ്ങനെയാണ്. എന്നിട്ട് നമ്മൾ അല്പം വെളിച്ചെണ്ണ, അല്പം ഉപ്പ്, പിന്നെ അല്പം കരിവേപ്പില. ഇനി നമ്മൾ തേങ്ങാപ്പാൽ എടുത്തതാണ്. തേങ്ങാപ്പാലാണ് രണ്ടാം പാല്. ഇതൊഴിച്ചാണ് ഇത് വേവുന്നത്. കുറച്ച് കൂടുതൽ തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. അതെ, ഇനി നല്ലതായിട്ട് വേകണം. അത് വേകുന്നതിൻ്റെ അനുസരിച്ച് ഇത് നമ്മൾ ചേർത്ത് കൊടുക്കും. തേങ്ങാപ്പാൽ ആവശ്യാനുസരണം പിന്നെയും ചേർത്ത്. അത് കുറുകിയതിന് ശേഷം നമ്മൾ വാങ്ങി വെച്ച് തനിപ്പാല്, അതെ, പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക, കരിവേപ്പില, കടുക് വറക്കത്തില്ല. ഇല്ല, അത് നമ്മൾ അവിടെയൊക്കെ അങ്ങനെ തന്നെ എല്ലാം അല്ലേ. അപ്പൊ ഇവിടെ ആ കാര്യത്തിലൊന്നും മാറ്റില്ല. പക്ഷെ പച്ചക്കറികളുടെ കൂട്ടത്തിൽ കുറെ വ്യത്യാസമുണ്ട്. അല്ലെ, കുറച്ചുകൂടെ കൂടുതൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാണ് ചെയ്യുന്നത്. അങ്ങനെ ഓലൻ്റെ പീസസ് ഒക്കെ നല്ലതായിട്ട് വെന്തു. ആ പാലൊക്കെ വറ്റി ഓൾമോസ്റ്റ് നല്ല കുറുകിയ പാകായി. ഇനിയും നമ്മൾ തീ നിർത്തിയിട്ട് തനിപ്പാൽ ഒഴിച്ച് കരിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ലാസ്റ്റ് അതും കൂടെ ആകുമ്പോൾ ഓലൻ റെഡി. ഓമല്ലൂർ ഓലൻ സ്പെഷ്യൽ. ഈ കഷ്ണം ഉടഞ്ഞു പോവല്ല, നല്ല വേഗണം, പക്ഷെ ഉടയരുത്. കണ്ടാൽ തന്നെ അറിയാം, നല്ല ടേസ്റ്റി. എല്ലാം വെന്ത് ഭാഗമായതാണ്. എല്ലാം സെറ്റ്. ഇനി നമ്മൾ തീ നിർത്തി. ഇനി നമ്മൾ തനിപ്പാൽ ചേർക്കുക.
ഇപ്പോൾ പീസസൊക്കെ വട്ടത്തിനാണ് അരിഞ്ഞിരുന്നത്, ചേമ്പിൻ്റെ പീസ് അങ്ങനെയെല്ലാം. ഓക്കെ, ഇനി ഒഴിക്കാൻ പോകുന്നു കട്ടിപ്പാല്. ഇനി നമ്മൾ ഇതൊന്ന് ഇളക്കുകയാണ്. വെളിച്ചെണ്ണയാണ് ആദ്യം ഒഴിക്കുന്നത്. ഇനി കരിവേപ്പില. ഫ്രഷ് കറിവേപ്പില. മണത്ത് നോക്കിയാട്ടെ. മണം ഇങ്ങനെ മൂക്കിലേക്ക് ഇങ്ങനെ കയറി വരുന്നു കേട്ടോ. അയ്യോ രക്ഷയില്ല, അടിപൊളി പോലെ. ഓ രക്ഷയില്ലാത്ത മണം. മിനിയേച്ചി കഴിച്ചു. നല്ല ചൂടാണ്. എങ്കിലും ആ ഒരു ടേസ്റ്റ് കൊണ്ട് ചൂടൊക്കെ അറിയുന്നില്ല. ഒന്നുമല്ല. ഗംഭീര ഓലൻ, ഒരു രക്ഷയില്ല. ഓലൻ തന്നെ ഇത്രയും സ്വാദിൽ ഞാൻ വേറെ കഴിച്ചിട്ടില്ല കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ, ഭയങ്കര ടേസ്റ്റ്. ആ രണ്ടാം പാല് ഞാൻ വിചാരിച്ചു ഇച്ചിരി കൂടുതലല്ലേ രണ്ടാം പാല്. അല്ല, ഇതൊക്കെ വെന്ത് ഇങ്ങനെ ഉറുകി വരാനായിട്ട് അത് വേണം. പിന്നെ ഒന്നാം പാലും കൂടി ആകുമ്പോൾ പെർഫെക്റ്റ്. പിന്നെ ഒരുപാട് പേർക്ക് തോന്നുന്നുണ്ടാവും ഒരുപാട് വെളിച്ചെണ്ണയുടെ ഉപയോഗം വരുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ, ഓലനിലും അവിയലിലും നമ്മുടെ കൂട്ടുകറിയിലും ഒക്കെ. പക്ഷേ ഇതെല്ലാം കല്യാണങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഫംഗ്ഷന് വേണ്ടി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഓണത്തിന് വേണ്ടി ചെയ്യുമ്പോൾ, ഒരു ഗ്രൂപ്പ് ഒരുപാട് അല്ല, എപ്പോഴും കഴിക്കുന്നില്ലല്ലോ ആ രീതിയിൽ എല്ലാം വരുമ്പോൾ അത് അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ സ്വാദം എന്നാണ് പറയുന്നത്. പക്ഷേ വീട്ടിൽ ഡെയിലി ചെയ്യുമ്പോൾ ഇത്രയും വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട, കുറച്ചുകൂടെ കുറച്ച് ഒഴിച്ച് ചെയ്യാം. അങ്ങനെയും ചെയ്യാം, നമ്മുടെ ഓപ്ഷനാണ്. എപ്പോഴും എന്നും കഴിക്കുന്ന രീതിയിൽ എന്നും ഇത്രയും വെളിച്ചെണ്ണ നമ്മൾ ചെയ്യണം എന്നില്ല. പ്രധാനമായിട്ട് കേസ് ഈ പച്ചക്കറി ഐറ്റങ്ങൾക്ക് രുചി വരണമെങ്കിൽ തേങ്ങയും വെളിച്ചെണ്ണയും തുകച്ച് ചേർത്തെങ്കിലേ രുചി വരും. അതൊക്കെ അതാണ് അതിൻ്റെ കാര്യം. അപ്പം അത്രയും നല്ല ടേസ്റ്റാണെന്ന് മനസ്സിലായല്ലോ ഈ തേങ്ങാപ്പാലും വെളിച്ചെണ്ണയോ. എനിക്ക് പറയാൻ വാക്കുകളില്ല, എക്സലൻ്റ് ആണ്. സാധാരണ ഓലൻ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഐറ്റമാണ്, ഞാൻ അങ്ങനെ വലുതായിട്ട് കഴിക്കില്ല. എൻ്റെ മോളുടെ ഫേവറേറ്റാണ് പാർവതിയുടെ. പക്ഷേ ഇത് രക്ഷയില്ല. അപ്പോൾ അവിയലാണെങ്കിലും പൊളിച്ചരിക്കൊണ്ട് ഏറ്റവും നല്ല ഓമല്ലൂർ സദ്യ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരുപാട് വൈകി. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് നേരം രാവിലെ തൊട്ട് എന്നോടൊപ്പം നിന്ന് ഇങ്ങനെ കുക്ക് ചെയ്ത് പക്ഷേ ടയർഡാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു തൽക്കാലം നമുക്ക് ഈ ഓമല്ലൂർ സദ്യ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. പക്ഷേ ഞാൻ വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേറെയും ചില ഐറ്റംസ് ഓമല്ലൂർ സ്റ്റൈലിൽ തന്നെ ചെയ്ത് കാണിക്കാം. നമ്മുടെ കൊച്ചടുക്കളയിൽ നിന്നും ഞാൻ ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ ഓണം സീരീസ് കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. കാരണം അത്രയും വലിയൊരു പ്രഗത്ഭനായ ഒരാളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. പിന്നെ ഓമല്ലൂർ സദ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സ്വാദാണ്. ഞാൻ എൻ്റെ നാടായതുകൊണ്ട് പറയുന്നതല്ല, എനിക്ക് തന്നെ അറിയില്ലായിരുന്നു ഇത്രയും സ്വാദാണെന്നുള്ള കാര്യം. പക്ഷേ എക്സലൻ്റ് പറഞ്ഞാൽ അയ്യോ വാക്കുകളില്ല പറയാൻ. മിനി ചേച്ചി അഭിമാനത്തോടു കൂടി നിൽക്കുന്നു. മിനി ചേച്ചി ത്രൂ ഔട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ഫസ്റ്റ് എടുത്ത് ആദ്യത്തെ വീഡിയോ കഴിഞ്ഞപ്പോഴത്തേക്ക് എത്തി. തിരുവനന്തപുരത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എന്തും വളരെ ഗംഭീരം, പ്രിയപ്പെട്ടതാണ്. ഇവിടുത്തെ ആളാണ്, എൻ്റെ ഭയങ്കര ഉള്ള ആളാണ്. അനിലിന്റെ സദ്യയാണ് എന്നെ സംബന്ധിച്ച്. അതെ, ഓമല്ലൂരിലെ സദ്യ പറഞ്ഞതേ അനിൽ ബ്രദേഴ്സിൻ്റെ തന്നെയാണ് നമ്പർ 1. ഓക്കെ, എനിക്ക് അത്രയും കൺവിൻസ്ഡ് ആയി കഴിഞ്ഞു. അയ്യോ താങ്ക് യു സോ മച്ച്. ഈ തിരക്കുകൾക്കിടയിലും എന്നെ അക്കോമഡേറ്റ് ചെയ്തതിനും ഈ കാര്യങ്ങളൊക്കെ എനിക്കും എൻ്റെ യൂട്യൂബ് ഫാമിലിക്കും വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്തു. തീർച്ചയായിട്ടും ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് എത്തുകയും ഓമല്ലൂർ വരികയും ഇതെല്ലാം ചെയ്യുകയും ചെയ്യേണ്ടതാണ്. നമ്മുടെ ഭഗവാനെ കാണാനും ഇടയ്ക്കൊക്കെ വരാം. ഓക്കെ, ഉത്സവത്തിന് വരാം. ഉത്സവത്തിനാണ് ഇപ്പൊ ഭഗവാന്റെ ഒരു വലിയ കാര്യം ഇപ്പൊ നടക്കാൻ പോവുകയാണ്. സെപ്റ്റംബർ 3-ാം തീയതി മുതൽ 8-ാം തീയതി വരെ അഷ്ടബന്ധ കലശം വലിയ പരിപാടിയാണ്. ആ 12 ഒരു തന്ത്രിയും 12 പോറ്റിമാരും ചേർന്നിരുന്ന് ഒന്നിച്ച് ജപിച്ച് കാര്യങ്ങൾ നടത്തുന്ന അഷ്ടബന്ധ കലശം ഉറപ്പിക്കുന്നതാണ്. ഭഗവാനെ കുറെ കൂടെ ഭഗവാന് ശക്തി വരുന്നതിനും നാടിന് അഭിവൃദ്ധി ഉണ്ടാവുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിപാടിയാണ് അടുത്ത ദിവസങ്ങളിൽ നടക്കുന്നത്. അതിനും നിങ്ങളുടെ എല്ലാം സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവണം. തീർച്ചയായിട്ടും. പിന്നെ വരുന്നുണ്ട് ഇനിയും കുറെ കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്. ഫെബ്രുവരി അതാണ് അതൊരു ആ സമയത്ത് മാർച്ചിൽ വരും. അങ്ങനെ കുറച്ച് നമുക്കിവിടെ ഉത്സവം ഇവിടെ കിടന്ന് കറങ്ങാം. പണ്ട് എൻ്റെ ഞാൻ ചെറുതായിരുന്ന സമയത്ത് അമ്മയുടെ കൂടെ ഏറ്റവും കൂടുതൽ ഓമല്ലൂർ വന്നുകൊണ്ടിരുന്ന ഉത്സവത്തിനാണ്. പറ എഴുന്നള്ളിക്കുന്നതിന് വേണ്ടിയിട്ട് ആനയെ കൊണ്ടുവരുമ്പോൾ നമുക്കെല്ലാം എല്ലാ വർഷവും പറയിടൽ പരിപാടി ഉണ്ടായിരുന്നു. അതെന്റെ അങ്ങോട്ട് കയറി അവിടെ വരെ വന്നാ അതെ നമ്മുടെ വീട്ടിന്റെ അതെ അപ്പൊ എനിക്ക് ഭയങ്കര ആ മെമ്മറീസ് ഒക്കെ ഇങ്ങനെ മനസ്സിലേക്ക് ഓടി വരും. അതാണ് എനിക്ക് മിനി ചേച്ചിയോടൊക്കെ അത്ര
പൊന്നമ്മച്ചി പറഞ്ഞ എൻ്റെ അമ്മ ചേച്ചി. ആ ഓർമ്മകളൊന്നും നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. ആ ദിവസങ്ങൾ ഇതെല്ലാം ഇപ്പോഴും ഇടുന്നുണ്ടല്ലേ എൻ്റെ പേരിൽ. അമ്മ ഇട്ടുകൊണ്ടിരുന്ന പറ എൻ്റെ പേരിൽ ഇവര് ഇടുന്നുണ്ടെന്നാ പറഞ്ഞത്. ഞാനിപ്പോഴും അറിയുന്നത് ഇതൊക്കെ. ഇവരെല്ലാരും ചേർന്ന്. ഓക്കെ, അപ്പം അങ്ങനെ അല്ല, ഈ 3-ാം തീയതിക്ക് ശേഷം 8-ാം തീയതിക്കകം ഇതുവഴിയെങ്ങാനും കടന്നു പോവുകയാണെങ്കിൽ അമ്പലത്തിൽ ഇറങ്ങി തൊഴുതിട്ട് പോകണം. തീർച്ചയായിട്ടും. എന്തായാലും പൊന്നമ്മച്ചിയോടുള്ള സ്നേഹം എന്നോട് ട്രാൻസ്ഫർ ആയി വന്നിട്ടുണ്ട്. ആ ഒരു സ്നേഹത്തിലാണ് നമ്മുടെ ജീവിതം. എനിക്ക് സ്നേഹത്തോടെ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്.